പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ ഒരു റിട്ടയേർഡ് സീനിയർ ആയിട്ടുള്ള ഒരു IAS ഉദ്യോഗസ്ഥൻ അയാൾ അടുത്ത UDF സർക്കാർ വരുമ്പോൾ അഴി എണ്ണും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ അഴി എണ്ണാൻ പോകുന്ന കേരളത്തിലെ ആദ്യത്തെ റിട്ടയേർഡ് ഉദ്യോഗസ്ഥൻ ഇയാളായിരിക്കും എന്ന് പറയുന്നതിലും എനിക്ക് മടിയില്ല. ഇതുവരെ ഒരു IAS ഉദ്യോഗസ്ഥന്മാരോ IPS ഉദ്യോഗസ്ഥന്മാരൊന്നും അഴി എണ്ണിയിട്ടില്ല. ആകപ്പാടെ ഒരു മുൻ മന്ത്രി മാത്രമാണ് കേരളത്തിൽ അഴി എണ്ണിയിട്ടുള്ളത്. പിന്നെ ഒരു IAS ഉദ്യോഗസ്ഥൻ ദീർഘകാലമായി ആരോപണ വിധേയനായി നിൽപ്പുണ്ടായിരുന്നു, PJ തോമസ്, പാമോയിൽ അഴിമതിയുമൊക്കെ. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എന്തായാലും അയാൾ അഴി എണ്ണിയിട്ടില്ല. IPS ഉദ്യോഗസ്ഥനായിട്ടുള്ള ടോമിൻ തച്ചങ്കരി അഴി എണ്ണാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടമാണ്. വിചാരണ തീർന്നാൽ അയാൾ മിക്കവാറും അകത്തേക്ക് പോകും. പിന്നെ അഴി എണ്ണാൻ സാധ്യതയുള്ള IPS ഉദ്യോഗസ്ഥന്മാർ വേറെ ഉണ്ട്. അവരുടെ ഒന്നും പേരുകൾ ഇപ്പം ഞാൻ പറയുന്നില്ല. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ എനിക്ക് പറയാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം. ഞാനിപ്പോൾ ഒരു IAS ഉദ്യോഗസ്ഥൻ്റെ പേര് പറയാൻ പോവുകയാണ്, റിട്ടയർ ചെയ്ത്. അയാൾ അടുത്ത സർക്കാർ വരുമ്പോൾ അഴി എണ്ണും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. ആ IAS ഉദ്യോഗസ്ഥൻ്റെ പേര് ഡോക്ടർ KM എബ്രഹാം എന്നാണ്. അദ്ദേഹം ആദ്യം എൻ്റെ ശ്രദ്ധയിൽ വരുന്നത് പ്രമാദമായിട്ടുള്ള ലാവ്ലിൻ കേസിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ CBIയുടെ 71ാമത്തെ സാക്ഷിയാണ് KM എബ്രഹാം. ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെതിരായി ശക്തമായ മൊഴി നൽകിയ CBIയുടെ ഒരു സാക്ഷിയാണ് ഡോക്ടർ KM എബ്രഹാം. അങ്ങനെയാണ് KM എബ്രഹാം എൻ്റെ ശ്രദ്ധയിൽ ആദ്യം വരുന്നത്. അതായത് ഇതിനാവശ്യമായിട്ടുള്ള പണം ഇവിടെ നിന്നായിരുന്നു എടുക്കേണ്ടിയിരുന്നത്, അത് വലിയ പലിശയ്ക്ക് അവിടെ നിന്ന് എടുത്തു, അത് തെറ്റായിപ്പോയി എന്നൊക്കെ അങ്ങനെ വിശദമായിട്ട് ഈ CBIക്ക് മൊഴി കൊടുത്തിട്ടുണ്ട്. CBI അന്വേഷണ റിപ്പോർട്ട് എൻ്റെ ഇരിപ്പുണ്ട്, അതിനകത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. അയാൾ UDFൻ്റെ കാലത്ത് അവരുടെ കണ്ണിലുണ്ണിയായിരുന്നു, UDF സർക്കാരിൻ്റെ കാലത്ത്. പക്ഷേ UDF സർക്കാരിൻ്റെ കാലത്ത് ഇരുന്നു കൊണ്ട് അയാൾ LDF സർക്കാർ വരും എന്ന് മുൻകൂട്ടി കണ്ട് LDF സർക്കാരിന് വേണ്ടിയിട്ട് LDF സർക്കാരിലേക്ക് മാറുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ചില അടിപ്പണികൾ അവിടെ ഇരുന്ന് അയാൾ ചെയ്തു. അതിലൊന്നായിരുന്നു വലിയ നേതാവായിട്ടുള്ള ഡോക്ടർ TN സീമ നടത്തിയ എന്തോ ഒരു ഗവേഷണ പ്രവർത്തനത്തിന് 10-40 ലക്ഷം രൂപ അനുവദിച്ചു. അതിനേക്കാളൊക്കെ ഉപരി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനത്തിന് ടെൻഡറൊന്നും ഇല്ലാതെ രക്ഷപ്പെടാൻ പാകത്തിന് വലിയൊരു സഹായം അയാൾ ചെയ്തു കൊടുത്തു. എത്ര കോടി രൂപ വരെ ഉണ്ടെങ്കിൽ അതിൻ്റെ എത്രയോ 100 കണക്കിന് കോടി രൂപ പിന്നെ ഉള്ള പണികൾ ഊരാളുകൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ടെൻഡർ വിളിക്കേണ്ട എന്ന് പറഞ്ഞൊരു പണി ചെയ്തു കൊടുത്തു. കഴിഞ്ഞ UDF സർക്കാരിരുന്നപ്പോൾ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് സഹായം ചെയ്തു കൊടുത്തു. അത് ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്കും ആ സഹായം കൂടെ അപ്പോൾ ആ 2 സഹായങ്ങൾ ചെയ്തു കൊടുത്തു. അതിനുശേഷം അയാൾ LDF സർക്കാർ വന്നപ്പോൾ ആദ്യം പിണറായി വിജയൻ്റെ അനഭിമതനായിരുന്നു അയാൾ. പക്ഷേ പിണറായി വിജയൻ അയാൾ ചെറിയ നോട്ടം ഉണ്ടായിരുന്നു. കാരണം പിണറായി വിജയനെതിരെ തെളിവ് കൊടുത്ത ആളാണല്ലോ, അപ്പോൾ കൂടെ നിർത്തണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ആദ്യം അനഭിമതനായിരുന്നെങ്കിലും ഏറെ കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ അയാൾ പിണറായി വിജയൻ്റെ വിശ്വസ്ത വിനീത വിധേയനായി. യഥാർത്ഥത്തിൽ അത് സംഭവിച്ചത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ M ശിവശങ്കരൻ ജയിലിലായപ്പോഴാണ് ഇയാൾ ഇങ്ങോട്ട് കയറി വന്നത്. അതുവരെ M ശിവശങ്കരനായിരുന്നു പിണറായി വിജയൻ്റെ വിധേയൻ. പക്ഷേ M ശിവശങ്കരൻ ജയിലിലായി പോയി കഴിഞ്ഞപ്പോൾ ആ വിടവിലേക്ക് ഇയാൾ ഇടിച്ചു കയറി അങ്ങ് വന്നു. അങ്ങനെ വന്ന അയാൾ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി എന്നോ കണ്ടു പറഞ്ഞിട്ട് ഒരു പോസ്റ്റിലേക്ക് അയാൾ വന്നു. പിണറായി വിജയൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആളായി മാറി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾക്ക് ക്യാബിനറ്റ് റാങ്കും കൊടുത്തു. പക്ഷെ അതിനിടയിൽ അയാളാണ് ഈ കിഫ്ബി എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനം രൂപപ്പെടുത്തി കൊണ്ടുവന്നത്. കിഫ്ബി രൂപപ്പെടുത്തി കൊണ്ടുവന്നപ്പോഴാണ് പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്ത വിനീത വിധേയനായിട്ട് അയാൾ യഥാർത്ഥത്തിൽ മാറിയത്. കിഫ്ബി എന്ന് പറഞ്ഞ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബജറ്റിന് പുറത്ത് പണം ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് കിഫ്ബി. ആ കിഫ്ബിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ സെസ്സിൽ നിന്നും മോട്ടോർ വെഹിക്കിൾ ടാക്സ് ഇതുപോലുള്ള സാധനങ്ങളിൽ നിന്നൊക്കെ ഒരു വർഷം ഓരോ മാസം എനിക്കൊന്നൊരു എത്രയോ 8,000-10,000 കോടി രൂപ വെച്ച് അതിൽ നിന്നുള്ള തുക ട്രഷറിയിലേക്ക് പോകാതെ നേരിട്ട് കിഫ്ബിയിലേക്ക് എത്തും.
കിഫ്ബിയിലേക്ക് എത്തുന്ന ആ തുക ആർക്കൊക്കെയാണ് എവിടെയൊക്കെയാണ് തീരുമാനിക്കേണ്ടത് KM എബ്രഹാമാണ് തീരുമാനിക്കുക. കാരണം അയാളായ കിഫ്ബിയുടെ ചുമതലക്കാരൻ. സാധാരണഗതിയിൽ പണം ഏതൊക്കെ മേഖലയ്ക്ക് അലോക്കേറ്റ് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ആസൂത്രണ ബോർഡാണ്. ഇത് ആസൂത്രണ ബോർഡിൽ നിന്ന് ആ ചുമതല എടുത്തങ്ങ് മാറ്റിയിട്ട് ഇങ്ങനെ വരുന്ന പണം എവിടെയൊക്കെ ചെലവഴിക്കണമെന്ന് കിഫ്ബി തീരുമാനിക്കും എന്നായി. എന്ന് പറഞ്ഞാൽ KM എബ്രഹാം തീരുമാനിക്കുന്ന നിലയിലേക്ക് കാര്യം പോയി. അപ്പോൾ കിഫ്ബി എങ്ങനെ പണം ഉണ്ടാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മോട്ടോർ വെഹിക്കിൾ ടാക്സും ഈ പെട്രോൾ സെസ്സിൽ നിന്നൊക്കെ ഒരു 8,000 കോടി രൂപ കിട്ടുമല്ലോ. ആ 8,000 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് ഒരു 10,000 കോടി രൂപ മാർക്കറ്റിൽ നിന്ന് ലോണായിട്ട് എടുക്കും. കാരണം ഇത്രയും കാണിക്കാമല്ലോ, ഇത്രയും കാണിക്കുമ്പോൾ ഇത്രയും കിട്ടും. അത് ഏതാണ്ട് ഒരു മാസം ഒരു 10,000 കോടി രൂപയോളം വരും. അത് ഇയാൾ ഒറ്റയ്ക്ക് തീരുമാനിക്കുന്ന നിലയിലേക്ക് വന്നു. ആർക്കൊക്കെ പണം വേണോ അവർക്കൊക്കെ അയാൾ പണം കൊടുക്കും. ഏതൊക്കെ വകുപ്പിന് പണം വേണോ ആ വകുപ്പുകൾക്കെല്ലാം അയാൾ പണം കൊടുക്കും. മാധ്യമപ്രവർത്തകർക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും ഒക്കെ ഉൾപ്പെടെ പണം കൊടുക്കൽ കാര്യങ്ങളെല്ലാം ഇയാളായി. കാരണം കിഫ്ബിയിലാണ് പണം ഉള്ളത് മുഴുവൻ. അപ്പോൾ പണം ഇയാളുടെ കയ്യിൽ വന്നതോടെ ശരിക്കും പിണറായി വിജയൻ ഉൾപ്പെടെ ഇയാൾക്ക് വശംവദനായി. അങ്ങനെ ഇരുന്നപ്പോൾ അയാൾക്ക് തോന്നി തനിക്ക് ഇത്രയും അധികാരം പോരാന്ന് പറഞ്ഞാൽ KDISC എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാക്കി. കേരള ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്നോവേഷൻ ആൻഡ് സ്ട്രാറ്റജിക് കൗൺസിൽ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി. അതിൻ്റെ തലപ്പത്ത് അയാൾ കയറിയിരുന്നു. അതിനും ഒരു 100-200 കോടി രൂപ വെച്ച് എല്ലാ വർഷവും ബജറ്റിൽ നിന്ന് കിട്ടും. അങ്ങനെ യഥാർത്ഥത്തിൽ കേരളത്തിലൊരു ഡിഫാക്റ്റോ മന്ത്രിയെന്നോ മുഖ്യമന്ത്രിയെന്നോ ഒക്കെ ഇയാളെ വിളിക്കാവുന്ന നിലയിലേക്ക് ഇയാൾ പറയാണ്ട് ഒരു 10,000 കോടി രൂപ അയാളുടെ ഡിസ്പോസലിലൊന്നും അയാളാണ് തീരുമാനിക്കുന്നത്. ആ നിലയിലേക്ക് വന്ന് പിണറായി വിജയൻ ഇയാളുടെ ഒരു വിശ്വസ്തനാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി. ഡിഫാക്ടോ ചീഫ് മിനിസ്റ്റർ പോലെ വന്നു. ക്യാബിനറ്റ് റാങ്കായി, മന്ത്രിയുടെ ചുമതലയായി, ധനകാര്യമന്ത്രി പോലും അയാൾക്ക് കീഴിലായി എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറി. പക്ഷേ പ്രധാനപ്പെട്ടൊരു പ്രശ്നം വന്ന് എന്താ, അയാൾക്കെതിരെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. ഒന്ന്, അയാൾക്കെതിരെ അനധികൃത സ്വത്ത് സമ്പാദിക്കുന്ന ഒരു കേസ് വന്നു. ആ കേസിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് അയാൾക്കെതിരെ വിധി വന്നു. അയാൾ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള വിധി വന്നു. അത് സുപ്രീം കോടതിയിൽ പോയി സ്റ്റേയിൽ നിൽക്കുകയാണ് അയാൾ. അതൊരു വശത്ത്. മറുവശത്ത് കിഫ്ബിയിൽ ഈ പണം ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് അയാൾ പ്രശ്നങ്ങൾ നേരിടാൻ തുടങ്ങി. അതിലേറ്റവും പ്രധാനമാണ് ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടിട്ട് സ്വീകരിച്ചിട്ടുള്ള പണം ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾക്ക് ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ ഉയർന്നു വന്നു. ED അതുമായി ബന്ധപ്പെട്ടിട്ട് അന്വേഷണം നടത്തി. 3 വർഷം കണ്ട് അവർ അന്വേഷണം നടത്തിയിട്ട് അവർ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയിൽ റിപ്പോർട്ട് കൊടുത്തു. അതിൽ ഇയാൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ തോമസ് ഐസക് ഉൾപ്പെടെ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി കൊടുക്കണം എന്നുള്ള നിലയിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അത് ഹൈക്കോടതി തടയാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് തടയാൻ പറ്റില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് കിടക്കുന്നു. മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് കിടക്കുന്നു. അതുപോലെ തന്നെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് CAG-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ വേറെ കിടക്കുന്നു. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇയാളെ അല്ലാതെ തന്നെ ഒരു നോട്ടപ്പുള്ളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ മാസം ഏതാണ്ടൊരു 10,000 കോടി രൂപയുടെ ചെലവ് സ്വന്തമായി നടത്തുന്ന ഈ KM എബ്രഹാം അയാളുടെ നിലനിൽപ്പ് അപകടത്തിലായിരിക്കുകയാണ്. അയാൾ അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ള നിലയിൽ അവരുമായിട്ട് ചില പാല വിടാൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. അതൊന്നും നടപ്പിലാകാൻ പോകുന്നില്ല എന്ന് അയാൾ മനസ്സിലാക്കുക. അയാൾ ചെയ്തിട്ടുള്ള പ്രവൃത്തിക്ക് അയാൾ കുരുങ്ങുമെന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് നിർഭാഗ്യവശാൽ അയാളുടെ സംരക്ഷകൻ ഉമ്മൻചാണ്ടിയായിരുന്നു. ഉമ്മൻചാണ്ടി ഇല്ല. ഇന്ന് അയാൾക്കെതിരായിട്ടുള്ള വലിയ നീക്കങ്ങൾ IAS-കാരുടെ ഇടയിൽ തന്നെ വളരെ സജീവമാണ്. അതുകൊണ്ട് അടുത്ത സർക്കാർ വരുമ്പോൾ കേരളത്തിൽ നിന്ന് ആദ്യം അഴിയെണ്ണാൻ സാധ്യതയുള്ള ഒരു റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥൻ ഡോക്ടർ KM എബ്രഹാം ആയിരിക്കും എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്.